ഇന്ന് നമ്മളില്ലേ ഇതാ ഈ ചൊറിയണം വെച്ചിട്ടാണ് കേട്ടോ കൂട്ടാൻ വെക്കുന്നത്. ചൊറിയണം, നമ്മളിവിടെ ഇതിനെ ചൊറിയണം എന്നാണ് പറയുക. അങ്ങനെ നോക്കി പറിച്ചു കഴിഞ്ഞു വെച്ചാൽ ഇതിലൊരു പൊടിയുണ്ട്. ഈ പൊടി നമ്മുടെ മേത്ത് തട്ടിയാൽ മാത്രമേ ചെറിയൊരു ചൊറിച്ചിലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ചൊറിയൊന്നുമില്ല കേട്ടോ. പൊട്ടിക്കട്ടെ. ഇത് ഉപ്പേരി വെക്കാനും കൂട്ടാൻ വെക്കാനും, പരിപ്പ് ഇട്ടിട്ട് നമ്മൾ കൂട്ടാൻ വെക്കില്ലേ, ചീരയൊക്കെ വെക്കുന്ന പോലെ, അങ്ങനെ വെക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ കാടാണ് എന്ന് വിചാരിച്ചിട്ട് ഈ കർക്കിടക മാസം നമ്മളിവിടെ എല്ലാവരും വെക്കും കേട്ടോ. ഇത് ചൊറിയണം കൂട്ടാനായിട്ടും ഉപ്പേരിയായിട്ടൊക്കെ. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ നുള്ളി എടുക്കട്ടെ കേട്ടോ. ഇവിടെ നമ്മളിത് കർക്കിടക മാസമൊക്കെ ആയിപ്പിക്കേ 4 പ്രാവശ്യമൊക്കെ കൂട്ടാൻ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇല കമ്മി. ഇതാണ്ടോ, വലിയ ഇല നമ്മൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ തൂമ്പ ഇലയാണ് കേട്ടോ എടുത്തേക്കണേ. ഇത് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചെറിയൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ, ഇങ്ങനെ ഒരു ഈ പുറകു വശം തട്ടുമ്പോൾ. പക്ഷെ അത് അത്ര കാര്യമായിട്ടുള്ള ചൊറിച്ചിലൊന്നുമല്ല. കഴുകിയിട്ട് വരാം. നമ്മൾ ഇലകളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി എടുത്തേട്ടോ. എന്താ അതിൽ ചിലപ്പോൾ ചെറിയ മണ്ണും ഒക്കെ ഉണ്ടാവുള്ളൂ. അത് നല്ല പോലെ കഴുകണേ. ചെറിയ ചൂടുവെള്ളത്തിൽ ഇതിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നുള്ളി എടുക്കുകയാണെന്ന് പറഞ്ഞാലും അത്ര ചൊറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ വലിയൊരു അബദ്ധം പറ്റിയിട്ടോ. നമ്മുടെ അംഗനവാടിയിൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ 27-ാം തീയതി പറഞ്ഞു. 27-ാം തീയതി അല്ല, അതാണ്ടോ 7-ാം തീയതിയാണ് കേട്ടോ. 7/8/2024. പക്ഷെ അത് ആ പറയുന്നതിൻ്റെ ആ ഇതിലങ്ങനെ തെറ്റിപ്പോയി ഇന്നലെ. പിന്നെ എന്നിട്ടാണ് കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ വേഗം നോക്കിയപ്പോൾ തന്നെ എന്താ ഞാൻ പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ ഞാൻ അതിൽ എന്താ പിൻ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. തെറ്റാണ് എന്ന് പറഞ്ഞിട്ട്. അവളുടെ കാര്യത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർമ്മ തെറ്റ് വരും. അതും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ കുറേ പേര് നമ്മളിങ്ങനെ പറയുക, ഒന്ന് അറിവില്ലായ്മയും കൊണ്ടാണ്. പിന്നെ പറഞ്ഞു ഒന്നും കൂടിയും പോയി അന്വേഷിച്ച് നോക്കിക്കൂടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മളൊന്നും കൂടി അന്വേഷിച്ച് നോക്കണം കേട്ടോ. കിട്ടുക വെച്ചാൽ ഒരു കാര്യമില്ലേ. കുറേ ആൾക്കാർ തിരഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്നാ ഇത് വേണ്ട, എനിക്ക് എന്താ ഹെൽപ്പറായിട്ടായാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് കുഞ്ഞുമക്കൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിക്കാന്ന് 11 മണിക്കാണ് കിട്ടിയത്. അപ്പം ഇവിടെ വന്ന് ഇത് തന്നത് 2:45-നാണ്. എന്താ ചെയ്യുക? അപ്പം അങ്ങനെ ഓരോ സമയങ്ങൾ അവർ കൊടുക്കണത് കുറേ ആൾക്കാരുള്ളത് കൊണ്ട് ഇനി കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ കടമ്പഴിപ്പുറം, ഞാൻ എന്നിട്ട് അതിലതെന്ന് പറഞ്ഞത് കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ വെച്ചിട്ടായിരുന്നു. 3 മണിക്കാണ്. നമുക്കിപ്പോൾ എന്താ ഒരാളെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറയുമോ? കടമ്പഴിപ്പുറത്ത് വെച്ചിട്ട് പഞ്ചായത്തിൽ ഈ ഭാഗത്തുള്ളവർക്കൊക്കെയാണ് പറഞ്ഞു വെച്ചാലും അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റി മനുഷ്യന്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ അബദ്ധങ്ങൾ പറ്റും പറയുന്ന പോലെ. അബദ്ധങ്ങളും തെറ്റുകളൊക്കെ പറ്റുമ്പോഴല്ലേ മനുഷ്യനാവുള്ളൂ. എല്ലാം തികഞ്ഞ ഒരാൾ ഉണ്ടാവുമോ? എനിക്ക് തോന്നണില്ല കേട്ടോ. അങ്ങനെ ചിലവർക്ക് ഉണ്ടാവും, ചിലർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും, ചിലവർക്ക്. നമുക്ക് അങ്ങനെ വിദ്യാഭ്യാസം, നമ്മൾ +2 കഴിഞ്ഞ് ഇതാ വീട്ടിൽ വെറുതെ +2 കഴിഞ്ഞതും കല്യാണം കഴിഞ്ഞ് വന്നു. പിന്നെ നമ്മൾ പുറം ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഈ വീടും അടുക്കളയും. എപ്പോഴെങ്കിലും ഒരു കല്യാണത്തിനോ കാര്യങ്ങൾക്കോ പോണതൊക്കെയാണ് നമ്മുടെ പുറം ലോകം എന്ന് പറയുന്നത്. അതിൽ വട്ടാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ചിലപ്പോൾ ആയിരിക്കാം, മനുഷ്യനല്ലേ, വട്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. നമുക്കൊരു അബദ്ധം വരുമ്പോൾ അതൊരു വട്ടായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ അത് വട്ടായിരിക്കാം. അതാ നല്ല ഇലകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടേ. പൊന്നൂസിനെ സുകന്യ പിടിച്ച് നിർത്തിക്കട്ടോ. കാരണം വന്നിട്ട് അവന് തൊട്ട് കഴിഞ്ഞിട്ട് അവൻ്റെ മേത്ത് ചൊറിയണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം അത് ചൊറിയും, അത് വലിയ സംഭവമാണെന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കവറൊന്നും ഇടാതെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയെന്ന് വെച്ചാൽ കവറോ ഗ്ലൗസോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഇത് കഴുകിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ, ചെറിയ ചൂടുവെള്ളത്തിലിട്ടോ, നല്ല ആയിക്കഴിഞ്ഞാൽ അത് വെന്ത് പോവില്ലേ. അങ്ങനെ ഇട്ടാലും ചൊറിയാറൊന്നുമില്ല. അതപ്പോൾ കണ്ടില്ലേ, കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ചൊറിച്ചിലുകൾ പോയി. ഞാനിങ്ങനെ കയ്യും കൊണ്ട് ഇങ്ങനെ കുത്തി വിടാട്ടാ ചെയ്യുന്നത്. അരിയൊന്നും ചെയ്യുന്നില്ല, പിച്ചി എടുക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ചീര മുരിങ്ങ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടാവും.
ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചിലരൊക്കെ ഈ റോഡ് സൈഡിൽ കൂടിയും നമ്മുടെ വീടിന്റെ തൊടിയിൽ കൂടെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരിത് ഇതെന്താ ചെയ്യുക, അത് ചൊറിഞ്ഞിട്ട് നമ്മളിത് കഴിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതല്ലേ. പിന്നെ മത്തന്റെ ഇല, കുമ്പളത്തിന്റെ ഇല, ഇതൊക്കെ നമ്മൾ കറി വെച്ച് കഴിക്കില്ലേ. പക്ഷെ എനിക്ക് തേങ്ങ അരച്ച് വെക്കണേക്കാട്ടിലും എനിക്ക് താളിച്ച പോലെ വെക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. ചീരയെന്ന് വെച്ചാലും മുരിങ്ങയെന്ന് വെച്ചാലും ഒക്കെ. പിന്നെ വീട്ടിലൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മ പരിപ്പൊന്നും ഇടാതെ തേങ്ങ അരച്ച് വെക്കും, അതെനിക്കിഷ്ടമാണ്. അല്ലെങ്കിൽ ഫുള്ളും ഇങ്ങനെ തേങ്ങ അരയ്ക്കാതെ വെക്കുന്നതാണ് ഇഷ്ടം. ഇനി നിങ്ങൾക്കിത് അരിയണം എന്നുണ്ടെങ്കിൽ അരിയും ചെയ്യാട്ടോ. ചെറുതായി അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കാം. ഇല്ല വെച്ചാൽ ഇങ്ങനെ താളിക്കുക, പരിപ്പിട്ടിട്ട് കറി വെക്കുക. എൻ്റെ അച്ചച്ചൻ ഉള്ള സമയത്ത് അവിടുത്തെ വീട്ടിൻ്റെ അവിടുത്തെ അച്ചച്ചൻ ഉള്ളപ്പോൾ അച്ചച്ചൻ ഇങ്ങനെ കെട്ടുമായിരുന്നു. എനിക്കത് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ കെട്ടിയിട്ട് ഇടുമായിരുന്നു കേട്ടോ. പക്ഷെ അത് എത്രതായിട്ടും അതങ്ങനെ ഓർമ്മയെ കിട്ടില്ല. ഇത് ചേമ്പിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് എന്നിട്ട് താളിക്കായിരുന്നു. അരിമുളകും ചെറിയുള്ളി കേട്ടോ. അരിമുളക് പറഞ്ഞാൽ കാന്താരി. ആർക്കൊക്കെ അരിമുളകും ഉള്ളിയും പുളിയും പാടെ ചമ്മന്തി അരച്ചിട്ട് കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഉണക്കമുളക് ചുട്ടി ചമ്മന്തി അരക്കുന്നത് ഇഷ്ടമാണ്. അതേപോലെ അരിമുളക് പുളിയൊക്കെ ഇട്ട് നല്ല ചൊടിയിൽ കഴിക്കണം. എന്താ കാറിൽ വെച്ചിട്ടാ. ഉള്ളികളൊക്കെ ചാടിപ്പോണം. നമ്മുടെ വീട് പഴയ വീടായതും കൊണ്ടേ നമ്മളിവിടെ അടിക്കാണ്ടും കോരാണ്ടും ഒന്നും അല്ല കേട്ടോ. പിന്നെ കുട്ടികളും ഉള്ളതല്ലേ. അപ്പം അവർ ഓരോ ഭാഗത്ത് കുത്തി വരഞ്ഞിട്ടും വൃത്തികേടാക്കിയിട്ടും നമ്മൾ ചുമരൊക്കെയെന്ന് വെച്ചാൽ വൃത്തികേടായി കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ പിറ്റത്തെ ദിവസം ചെയ്താലും പിന്നെ അവർ അങ്ങനെ തന്നെ വൃത്തികേടാക്കി കിടക്കും കേട്ടോ. നമ്മളിവിടെയൊക്കെ എന്ത് ചെയ്താലും ഇപ്പം ഇവരൊന്ന് കുറച്ച് വലുതായി എന്താ ഒന്ന് വൃത്തിയാക്കുമ്പോഴാണ് കുറച്ച് വൃത്തിയിൽ കിടക്കുള്ളൂ. പിന്നെ പറഞ്ഞാൽ അത് പഴയ വീടല്ലേ. നമ്മൾ ഒരുപാട് പൈസ ഇതിക്ക് ചിലവാക്കി കഴിഞ്ഞാൽ ഒരു പുതിയ വീട് ഉണ്ടാക്കണേക്കാളും പൈസ വേണം. ഓരോ ഭാഗം പൊട്ടാനും ഇതിനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുക്കള ഒന്ന് പെയിൻ്റ് അടിക്കണം പറഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ നമുക്ക് ഓരോ തിരച്ചിലുകളും കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എന്തായാലും നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ വിചാരിക്കണ്ടേ, എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിതാ ചീരച്ചട്ടി അടുപ്പത്ത് വെച്ചു. കഞ്ഞിവെള്ളം ഇല്ല കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് വെള്ളം. ചിലവർ വെളുത്തുള്ളി ചതച്ചിടും കേട്ടോ. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർ വെളുത്തുള്ളി ഇട്ടോളൂ. ഇവിടെ വെളുത്തുള്ളിയുടെ ആ ചൊയയല്ലേ, അത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇടാറില്ല കേട്ടോ. നമ്മളിത് ഉപ്പേരി വയ്ക്കുമ്പോൾ മുതിര ഇട്ടിട്ട് ചെറുപയർ ഇട്ടിട്ടൊക്കെ ഉപ്പേരി വയ്ക്കാൻ, ഉപ്പേരി വയ്ക്കുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അടുത്ത് തന്നെ നമ്മൾ ഇത് ഇവിടുത്തെ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ വന്നപ്പോൾ പറഞ്ഞു അവരുടെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളും അവിടെ പോയിട്ട് പറിക്കുന്നതും ഒക്കെ എടുക്കാം കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു വീഡിയോ എടുക്കാം. ഇത് മുതിര ഇട്ടിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണെന്നറിയോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് കുറേ നമ്മൾ പറയട്ടെ ഈ പുറത്തടുപ്പിനെ പറ്റി പറയാച്ച കുറേ പറയാണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ പുറത്തടുപ്പും നമ്മുടെ പുറത്തുള്ള ഇരുത്തമൊക്കെ കണ്ട് കുറേ പേര് നമ്മളെ ഇഷ്ടപ്പെട്ടതൊക്കെ ഈ അടുപ്പ് കാരണമാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മുടെ അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം മെഴുകിയിട്ട്, പഴയ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം കേട്ടോ. ചാണകമൊക്കെ മെഴുകിയിട്ടുള്ള ഒരു അടുപ്പായിരുന്നു. അത് നമ്മൾ മാറ്റി ഇങ്ങനെ സിമെന്റിന്റെ ആക്കിയിട്ടോ. ഇനി നമ്മളിതിങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ഈ സാധിക്കണില്ല എന്ന് മാത്രം. ഈ അടുപ്പ് കുറച്ചിങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നടക്കോ. എന്നിട്ട് ഇവിടെ ഷീറ്റൊക്കെ എന്തെങ്കിലും ഇടാൻ പറ്റിയാച്ച ഷീറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോഴേക്കും ഓരോ തിരിച്ചിലുകൾ നമ്മൾ പറയില്ല, നമ്മൾ വിചാരിക്കുന്നതും വേറെ, ദൈവം വിചാരിക്കണം വേറെ എന്തെങ്കിലും തിരിച്ചിലുകൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അത് കാരണം ചെയ്യാതിരുന്നതാണ്. നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ കുശാലാണ് കേട്ടോ. എനിക്ക് ഈ ഇല ഇഷ്ടമാണ്, ഇതിനെക്കാട്ടിലും ഇഷ്ടമാണ് മത്തൻ്റെ ഇല. മത്തൻ്റെ ഇല ഇപ്പം കിട്ടാനില്ല കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഇവിടെയൊക്കെ മത്തൻ്റെ ഒക്കെ ചെടികൾ നട്ടിരുന്ന ചെടി അപ്പം ഉണ്ടായിരുന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓണ സമയത്തൊക്കെ. പ്രാവശ്യം നമ്മൾ മത്തനോ കുമ്പളോ ഒന്നും വെച്ചില്ല. അവില് ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്കണേ. നമ്മൾ പരിപ്പും മുരിങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കില്ലേ, അതുപോലെ വേണമെങ്കിൽ അങ്ങനെയും വെക്കാട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും വെക്കാം. പൊന്നൂസ് എന്താ ചെയ്യണ്? ഇനി സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവില് നനച്ചതേ, സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് നനച്ച് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാലോ. ഒന്നും കൂടി ഇതായിട്ട് കണ്ടില്ലേ. എനിക്കിങ്ങനെ മുരിങ്ങ അല്ലെങ്കിൽ ചീര ഇതൊക്കെ ഇങ്ങനെ താളിച്ച് കഴിഞ്ഞതിൻ്റെ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടു. ഇളം ചൂടോടെ വെറുതെ വെള്ളം കുടിക്കാനില്ലേ. ആയിട്ടുണ്ട് ഇത്. പൊന്നോ, അമ്മയ്ക്ക് എവിടെ? അമ്മയ്ക്ക് എവിടെ? എവിടെ? അവിടുന്ന് എങ്ങനെ തീട്ടി തരുക? താ താ അമ്മയ്ക്ക് താ. വായില് നിന്റെ കുട്ടി ഊട്ടാൻ തുടങ്ങി. മെടുക്കൻ. നമ്മുടെ പോയിരുന്ന് കഴിച്ചോ. കോഴി കൊത്തണ്ട കേട്ടാ. ഇതാ നമ്മുടെ ചൊറിയട ആയിട്ടുണ്ട്. അമ്മ നീ എന്താ മയിൽ വെക്കണ്? കണ്ടോ, ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുത്ത ഞാൻ ചോറുണ്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വിചാരിക്കില്ലേ ചേച്ചി ഇത് കഴിക്കാതെ കാണിച്ചെന്ന് വെച്ചാൽ ഈ സാധനം എന്താ കാടുപടലം വെട്ടിയിട്ട് ഉണ്ടാക്കുകയും ചെയ്തു, ചേച്ചി കഴിച്ചും കാണിച്ചില്ല തോന്നില്ലേ തന്നില്ലേന്ന്. പൊന്നൂസിന്റെ പാത്രമാണ് കേട്ടോ. പൊന്നാരി ഇത് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ അവൻ അവില് കളയുന്നത്. അവിൽ തന്നെ നല്ലത്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് അവിൽ നനയ്ക്കാനും. അപ്പോൾ അതാ നമ്മൾ കഴിക്കുന്ന കണ്ടില്ലേ, ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. പൊന്നൂന് മാമ വേണോ? മാമ വേണോ? ഇല കൂട്ടിയിട്ട് മാമ വേണോ? വേണോ? തെറ്റിയും കേട്ടോ. വേണ്ടോ അത് കൂടെ വെള്ളം കളഞ്ഞപ്പോഴേ അവൻ്റെ ആ വെള്ളം തൂത്ത് കളഞ്ഞതിന് തെറ്റിയിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ കൊടുക്കും മുത്തേ.